ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജനെ പാതിരാത്രിയായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കാണാഞ്ഞിട്ട് ജയശങ്കർ നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിക്കാണ്. അപ്പോൾ നിരഞ്ജൻ ആണെങ്കിലോ ക്ഷീണിച്ച് ഉറക്കത്തിലാണ്. നിരഞ്ജന്റെ ഫോണിലേക്ക് കോള് വരുന്ന സമയത്ത് മാലിനിയാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് നിരഞ്ജൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മാലിനി ആ ഫോണുമായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ജയശങ്കർ മാലിനിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഇത് നിരഞ്ജന്റെ ഫോണല്ലേ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ അത് തിരിച്ചു ചോദിക്കേണ്ടത്, ഈ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇതാരാണെന്നുള്ളത് ഞാനാണ് ചോദിക്കേണ്ടത്, അത് എൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരിക്കുന്നത്. നിന്റെ ഫോണിലേക്കല്ലല്ലോ ഞാൻ അതിനെ വിളിച്ചത്, നിരഞ്ജൻ്റെ ഫോണിലേക്കല്ല. നിരഞ്ജന് കൊടുക്ക്, നിരഞ്ജൻ നല്ല ക്ഷീണത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ നിരഞ്ജനെ ഉണർത്താൻ കഴിയില്ല. അത് പറയാൻ നീ ആരാണ്? മര്യാദക്ക് നിരഞ്ജന് ഫോൺ കൊടുക്കുന്നുണ്ടോ? നിരഞ്ജന് ഫോൺ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിരഞ്ജനെ ഇപ്പോൾ വിളിച്ചുണർത്താൻ കഴിയില്ല. നിരഞ്ജനെ മര്യാദക്ക് നീ വീട്ടിലേക്ക് തിരിച്ചയച്ചോ. അതിന് ഞാൻ ആരെയും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടൊന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആരോടാണെന്നുള്ളത് വല്ല ഓർമ്മയുമുണ്ടോ? ആരോടായാലും എനിക്കൊരു കുഴപ്പവുമില്ല. നിരഞ്ജൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നിരഞ്ജൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനും തീരുമാനിക്കും. നിങ്ങൾ പണ്ട് പേടിപ്പിച്ചതുപോലെ ഇനി പേടിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വിലക്കെടുക്കാനും കഴിയില്ല. അപ്പോൾ ജയശങ്കർ പറയാണ്, നീ മറ്റൊരുത്തിയുടെ ഭർത്താവിനെയാണ് സ്വന്തമാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ലേ? ഇതുപോലെ മറ്റൊരുത്തിയെ സ്നേഹിക്കുന്ന ആളെയാണ് നിങ്ങൾ വല വീശി തട്ടിപ്പിടിച്ച് നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. അതെന്താ നിങ്ങൾ മറന്നുപോയോ? അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഭീഷണിയും എനിക്ക് മുന്നിൽ ചെലവാവാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ ജയശങ്കറിന് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ജയശങ്കർ പറയണ, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നീ ഓർത്തോ. എന്ത് തന്നെ ഭവിഷ്യത്തായാലും എനിക്കതൊന്നും ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. അതോടുകൂടി ജയശങ്കറിന് ഇതൊരു നടക്കി പോകില്ല എന്നുള്ളത് മനസ്സിലാവണം. നീയുടെ പ്രിയ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് നിത്യയുടെ ആത്മാവ് പ്രിയയുടെ ദേഹത്ത് കയറി വീണ്ടും പ്രിയ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് കിടക്കുന്ന റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരത്ത് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ശരത്തിനെ ഉണർത്താൻ വേണ്ടി പ്രിയയുടെ ദേഹത്ത് കയറിയ നിത്യയുടെ ആത്മാവ് പ്രിയയെ കൊണ്ട് ജനല് തട്ടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജനല് തട്ടി വിളിക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് ശരത്ത് ഉണരുകയാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ജനലിൻ്റെ അവിടെ ഒരു കൈ കാണുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ശരത്ത് ഒച്ചയെടുക്കാനൊന്നും ശരത്തിന് കഴിയുന്നില്ല. അങ്ങനെ സൗണ്ട് ഇടറുകയാണ് കേട്ടോ. എന്നിട്ട് ആരാ എന്ന് ചോദിക്കാണ്ട് അപ്പോഴാണ് പെട്ടെന്ന് നല്ല കാറ്റും പെട്ടെന്ന് ജനലൊക്കെ അങ്ങ് തുറക്കുകയാണ്. അത് കണ്ടപ്പോൾ വീണ്ടും ശരത്തിന് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ. അങ്ങനെ ആ ജനൽ തുറന്ന് കാണുന്ന സമയത്ത് ശരത്ത് പുറത്തേക്ക് നോക്കുമ്പോഴാണ് നിത്യയുടെ ആത്മാവിൻ്റെ രൂപം അവിടെ കാണുകയാണ്. അതോടുകൂടി ശരത്ത് അയ്യോ എന്നങ്ങ് വിളിച്ച് പെട്ടെന്ന് ബോധം പോകാനുള്ള ആ ഒരു പരുവത്തിലാവുകയാണ് കേട്ടോ. എന്നിട്ട് പേടിയോടുകൂടിയാണ് ശരത്ത് ഒരു പരുങ്ങലോട് കൂടി ചോദിക്കുകയാണ്, ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താടാ ശരത്ത്, നീ എന്നെ മറന്നോ? ഞാൻ നിത്യയാണടാ, നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ എത്ര തന്നെ രക്ഷപ്പെടാൻ നോക്കിയാലും നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. നിന്നെ ഞാൻ കൊന്നിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകൂ എന്നൊക്കെ പറയുമ്പോഴാണ് ശരത്ത് അത് കേട്ടപ്പോൾ ആകെ പേടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് മുത്തശ്ശി അതുവഴി നടന്നു വരുന്നത്. അപ്പോൾ മുത്തശ്ശി കിച്ചണിൽ പോയി വെള്ളം കുടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശിയുടെ കണ്ണിൽ നിത്യയുടെ ആത്മാവിൻ്റെ രൂപം കാണുകയാണ് കേട്ടോ. അതോടുകൂടി മുത്തശ്ശി പെട്ടെന്ന് കണ്ണൊന്ന് തിരുമുകയാണ്, ആരാണ് ആ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് മുത്തശ്ശി വീണ്ടും നോക്കുന്ന സമയത്ത് ഇരുട്ടത്ത് ഈ ഒരു രൂപം കണ്ടതോടുകൂടി മുത്തശ്ശി അലറിങ്ങോണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ ബോധം പോയിട്ടുണ്ടാവും. അങ്ങനെ മുത്തശ്ശിയുടെ ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ദേവിക അവിടേക്ക് വരുന്നത്. അപ്പോൾ ദേവിക വരുന്ന സമയത്ത് മുത്തശ്ശി അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്ഛാ പ്രിയ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ദേവിക. അപ്പോഴത്തേക്കും പ്രിയയും അച്ഛനും ഓടി വരികയാണ്. അപ്പോഴത്തേക്കും ഈ ഒരു സൗണ്ട് കേട്ട് ശരത്തും ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് അവിടെ പേടിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ശരത്ത് എന്തായിരിക്കും ഇപ്പോൾ മുത്തശ്ശിയും ബോധം കെട്ട് വീണത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് പ്രിയ വെള്ളം മുഖത്തൊഴിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും മനോഹരനും ദേവികയും അവിടെ ഇരുത്തുകയാണ് മുത്തശ്ശിയെ. എന്നിട്ട് മുഖത്തേക്ക് പ്രിയ വെള്ളം കൊണ്ടുവന്നത് തെളിച്ചു കൊടുക്കാറുണ്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവികയെ മുന്നിൽ കാണുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് അങ്ങ് ഞെട്ടിയിട്ട് അയ്യോ എന്നങ്ങ് വിളിക്കുമ്പോൾ ശരത്തും ദേവികയും പ്രിയയും മനോഹരനും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോട്ടെ. എന്താ അമ്മ എന്തിനങ്ങനെ പേടിപ്പെടുത്തുന്നത്? അത് പിന്നെ പ്രേതമോ? എന്താ അമ്മ ഈ പറയുന്നത്? അതേ മനോഹര, ഞാനിപ്പോൾ നിത്യമോളുടെ ആത്മാവിനെ ഞാൻ കണ്ടു, പ്രേതത്തെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ബോധം കെട്ട് വീണത്. അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ദേവികയ്ക്കും മനോഹരനും. അങ്ങനെ മുത്തശ്ശി പറയാണ്, എടാ മനോഹര, ഞാൻ സത്യമായിട്ടും പറയാണ്, ഞാൻ നിത്യമോളുടെ ആത്മാവിനെ ഞാൻ കണ്ടു, പ്രേതത്തെ ഞാൻ കണ്ടു എന്ന് കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ മനോഹരൻ പറയണ, എന്താ അമ്മ ഈ പറയുന്നത്? അമ്മയ്ക്ക് വെറുതെ തോന്നിയതാണ്. അല്ലടാ മനോഹര, ഞാൻ കണ്ടത് തന്നെയാണ്. എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ടപ്പോൾ പ്രിയ പറയണേ, ഈ വീട്ടിൽ ഒരു അനർത്ഥവും ഉണ്ടാവില്ല മുത്തശ്ശി. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ എനിക്കറിയാം. അപ്പോൾ മനോഹരൻ പറയണേ, ഈ വീട്ടിലെ ചിട്ടയും അടുക്കുമൊക്കെ നിത്യമോളും പാർവതിയും പോയതോടുകൂടി ഇല്ലാതായി. വീട്ടിലിപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ പോലും ഇപ്പോൾ
ആർക്കും സമയമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, നിന്റെ മരുമകൾക്ക് പിന്നെ എന്താടാ പണി? അവൾക്ക് ചെയ്തൂടെ? അതിന് ദേവിക മോള് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സന്ധ്യ കഴിയാറല്ലേ ഉള്ളത്, അതുകൊണ്ടല്ലേ. അമ്മ ഇപ്പോൾ കൂടുതലൊന്നും പറയാതെ അമ്മ പോയി ഉറങ്ങാൻ നോക്ക്. അത് കേട്ടപ്പോൾ മുത്തശ്ശി വീണ്ടും, എനിക്കെന്തോ മനോഹര വല്ലാത്ത പേടിയാവുന്നു, എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാണ്, എന്നോടൊപ്പം ഇവർ കൂടി വേണം. അങ്ങനെ പ്രിയയും ദേവികയും കൂടി മുത്തശ്ശിയോടൊപ്പം റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ ശരത് മനോഹരനോട് പറയണ, അച്ഛ ഞാനൊരു കാര്യം പറയാം, അച്ഛൻ എന്തായാലും പേടിക്കരുത്. എന്നെ കണ്ടിട്ട് ഞാൻ പേടിക്കുന്നില്ല, എന്നിട്ടല്ലേ ഇപ്പോൾ നീ പറയാൻ പോകുന്ന കാര്യം കേട്ട് ഞാൻ പേടിക്കാൻ പോകുന്നത്. നീ എന്താന്ന് വെച്ച കാര്യം തുറന്ന് പറ. അപ്പോൾ ശരത്ത് പറയണേ, ഞാനാണ് നിത്യക്കുട്ടിയുടെ ആത്മാവിനെ ആദ്യം കണ്ടത്. അതുകൊണ്ട് അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിത്യയുടെ ആത്മാവിന് ഇതുവരെയും മോക്ഷം കിട്ടിയിട്ടില്ല. അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമാവും അച്ഛാ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോഴത്തേക്കും ദേവികയും പ്രിയയും കൂടി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവിക പറയുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ നിത്യയുടെ ആത്മാവിനെ കാണുന്നത്, ഞങ്ങളുടെ മുന്നിലൊന്നും നിത്യയുടെ ആത്മാവ് വരുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ശരത്ത് പറയണം, അതെന്തുകൊണ്ടാണെന്നുള്ളത് അടുത്ത തവണ എൻ്റെ ബോധം പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിത്യയുടെ ആത്മാവിനോട് ചോദിച്ചോളാം. അപ്പോൾ ഇപ്പം നിൻ്റെ ബോധം പോയില്ലേ, എൻ്റെ ബോധം പോകുന്ന ആ ഒരു വക്കിലെത്തിയതാണ്. ഭേദമല്ലേ, ആർക്കാണ് പേടിയില്ലാതിരിക്കുക, ആർക്കാണ് ബോധം പോവാതിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പരിഹാര ക്രിയകൾ ചെയ്യാൻ വേണ്ടി നോക്ക്, അല്ലാതെ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. നിത്യം മരിച്ചതിൻ്റെ ശേഷമല്ലേ പാർവതി അമ്മയെ കാണാതായത്. കേട്ടപ്പോൾ ദേവിക പറയണേ, പാർവതി അമ്മയെ കാണാതായത് മാത്രമല്ലല്ലോ, നിന്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലായതും അതിൻ്റെ ശേഷം തന്നെയല്ലേ? അതെ, അതും ശരിയാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഇതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യാൻ വേണ്ടി സമ്മതിക്കേണ്ടത്. അത് കേട്ടപ്പോൾ പ്രിയ പറയണേ, അതെ പരിഹാരം ചെയ്യുക തന്നെയാണ് വേണ്ടത്. പരിഹാരം ചെയ്യാനേ ഒരേ ഒരു വഴിയുള്ളൂ, കുരുതി തന്നെയാണ് വഴി. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പ്രിയയുടെ ഭാവ വ്യത്യാസവും കാണുമ്പോൾ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ദേവികയും ശരത്തും മനോഹരനും നോക്കുന്നത്. എന്നിട്ട് ദേവിക പറയണേ, പ്രിയെ നീ ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ പ്രിയ പറയണേ, പിന്നെ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം വരുത്തി വെച്ചിട്ട് ഇവനിപ്പോൾ നല്ലവൻ്റെ പോലെ സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് നിത്യയുടെ ആത്മാവിനാണ് മുഴുവൻ കുറ്റവും. നിത്യ എങ്ങനെയാണ് മരിച്ചത്? നിത്യയെ കൊന്നത് ഇവൻ തന്നെയാണ്. പാർവതി അമ്മയെ ഒളിവിൽ താമസിപ്പിച്ചതും ഇവൻ തന്നെയാണ്. ഇവൻ്റെ കസ്റ്റഡിയിലുണ്ട് പാർവതി അമ്മ. പിന്നെ പ്രഭാവതി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് വരുത്തിയത് ആരാണ്? ഇവൻ തന്നെയാണ് അതും വരുത്തിയത്. ഇങ്ങനെ പ്രിയ ഓരോ കണക്കുകളായി പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്ത് ശരത്ത് ഇങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കണ്ട. അപ്പോൾ ദേവിക പറയണേ, പ്രിയെ നീ ഒന്നും മിണ്ടാതിരിക്കും. ശരത്തെ നീ പോയി ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ നാളെ രാവിലെ നിന്നോട് പറയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ തൽക്കാലം പോയി ഉറങ്ങാൻ നോക്ക്. അപ്പോൾ മനോഹരൻ പറയണേ, ഒരു കാര്യം ഞാൻ പറയാം, നിത്യയുടെ ആത്മാവ് എൻ്റെ മുന്നിലേക്ക് വന്നാലേ ഞാൻ ബോധം കെട്ട് വീഴാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധം പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറ്റബോധം കൊണ്ട് മാത്രമാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കും അതുണ്ട്, പക്ഷേ ഞങ്ങൾക്കതില്ല എന്ന് പറഞ്ഞ് ദേവികയും കൊണ്ട് മനോഹരൻ പോവാട്ടോ. അപ്പോൾ പ്രിയ ശരത്തിനെ കണ്ണുരുട്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരത്ത്, ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവള് തന്നെയാണോ ഇനി നിത്യയുടെ ആത്മാവ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഒരു പേടിയോടുകൂടി നിൽക്കുന്നത്. അങ്ങനെ പ്രിയ അകത്തേക്ക് പോവാണ്. എന്നിട്ട് മുത്തശ്ശി വീണ്ടും ശരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, മോനെ ശരത്തെ, നിത്യയുടെ അസ്ഥി ഇവിടെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും നിത്യയുടെ ആത്മാവ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് മോനെ നമുക്ക് ഏതെങ്കിലും ഒരു പുഴയിൽ കൊണ്ടുപോയി ഒഴിക്കാലോ. അപ്പോൾ ശരത്ത് പറയണേ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മുത്തശ്ശി, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാനല്ലല്ലോ കർമ്മങ്ങളൊക്കെ ചെയ്തത്. കർമ്മങ്ങൾ ചെയ്തവർ തന്നെയാണ് അസ്ഥിയും പുഴയിൽ ഒഴുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇവിടെ ഓരോ ദോഷങ്ങൾ വരുമ്പോഴല്ലേ അവരൊക്കെ പഠിക്കൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും അനുസരിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി? എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിത്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇവരോടൊക്കെ അത് പറഞ്ഞാൽ ഇവരത് വിശ്വസിക്കുന്നില്ലല്ലോ. ഞാനും കണ്ടതാണ് മുത്തശ്ശി ആത്മാവിനെ. നീയും കണ്ടോ ശരത്തെ? അതെ മുത്തശ്ശി, ഞാനും കണ്ടത് തന്നെയാണ്. പക്ഷേ നിത്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചിലവാക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഇവരൊന്നും ഇതിന് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഞാനുണ്ട് നിന്നോടൊപ്പം. അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിത്യയുടെ അസ്ഥി എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പുഴയിൽ കൊണ്ടുപോയി കളയണം. അതിന് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തോളാം എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് ദേവിക വരികയാണ്. അപ്പോൾ പ്രിയ ആണെങ്കിൽ പരിസരം മറന്നുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ദേവിക ഒരു തവണ വിളിക്കുമ്പോൾ പ്രിയ അത് കേൾക്കുന്നില്ല. അങ്ങനെ വീണ്ടും തട്ടി വിളിക്കുകയാണ്. അപ്പോൾ പ്രിയ അങ്ങനെ പെട്ടെന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിക പറയാണ്, അല്ല പ്രിയ, നീ അല്ലേ ഇതൊക്കെ ചെയ്തത്? എന്താ ചേച്ചി ഈ പറയുന്നത്? ഞാനോ? അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ സമയത്ത് നിന്റെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒക്കെ പിറകിൽ ആ ശരത്ത് തന്നെയാണ് നിത്യയെ ഇല്ലാതാക്കിയതും പാർവതി അമ്മയെ ഇപ്പം തടവിൽ വെച്ചിട്ടുള്ളതും പാർവതി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വരുത്തിയതും എല്ലാം അവനാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ നടക്കുന്നത് കണ്ടില്ലേ? എനിക്കറിയാം പ്രിയ, ഇതെല്ലാം ചെയ്തത് അവനാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം
കാരണം അവനൊരു സമർത്ഥമായ ഒരു കൊലയാളിയാണ്. അതുകൊണ്ട് തന്നെ അവന് തന്നെ എത്രയൊക്കെ കൊലപാതകം ചെയ്തു എന്ന് അവന് തന്നെ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളറിയാത്ത ആരോ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നിത്യയുടെ ആത്മാവായിരിക്കും. അതുകൊണ്ട് നമ്മൾ തോറ്റാലും നിത്യയുടെ ആത്മാവ് ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശരത് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയും പ്രിയയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിത്യയുടെ ആത്മാവ് ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണം. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിൽ വെച്ച് ചന്ദ്ര ഓരോ കാര്യങ്ങളും എഴുതി കുറിച്ച ശേഷം അവിടെ തന്നെ ആ ടേബിളിൽ തന്നെ തല വെച്ച് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രേമേച്ചി അവിടേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്ര ഉറങ്ങുന്നത് കാണുമ്പോൾ പ്രേമേച്ചിക്ക് ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ഭാവത്തിൽ ചന്ദ്രയുടെ ചെവിയുടെ അവിടെ പോയിട്ട് ഒച്ച എടുത്തുകൊണ്ട് ചന്ദ്രയെ എന്നങ്ങ് അലർച്ചയോടുകൂടി വിളിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ ചന്ദ്ര ഞെട്ടി ഉണരുകയാണ്. അപ്പോഴത്തേക്കും സിദ്ധുവും രംഗനും അച്ഛനൊക്കെ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ചേച്ചിയമ്മ എന്ന് സിദ്ധു വിളിക്കുകയാണ്. അപ്പോൾ എന്താ ചേച്ചിയമ്മ എന്ന് ചോദിക്കുമ്പോൾ ദേ കണ്ടില്ലേ, എന്നെ പേടിപ്പെടുത്താൻ വേണ്ടി ഇവിടെ എൻ്റെ അടുത്തേക്ക് ഉറക്കെ വന്ന് വിളിച്ചത് കണ്ടില്ലേ? എന്തിനാണാവോ നിങ്ങൾ ഈ പാതിരാത്രി എന്നെ വിളിച്ചത്? ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചു ഒന്ന് തല ചായച്ചതാണ്. എന്താണാവോ നിങ്ങൾ എന്നെ വിളിച്ചത്? അപ്പോൾ പ്രേമ പറയണേ, എനിക്ക് വല്ലാത്ത വിശക്കുന്നു. നട്ട പാതിരാത്രിയിലാണോ നിങ്ങൾക്ക് വിശക്കുന്നത്? അപ്പോൾ രംഗം പറയണേ, അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ സുഖമില്ലാത്തതല്ലേ, എപ്പോഴാണ് വിശക്കുന്നത് എന്ന് വെച്ചാൽ അത് ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് തെറ്റാനുള്ളത്? അപ്പോൾ എന്താണാവോ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ചോറും സാമ്പാറും വേണം. ചോറും സാമ്പാറോ? അതും ഈ 1 മണിക്ക്? അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വല്ല പൊറാട്ടയോ ബിരിയാണിയോ ആണെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വരുത്തി തരാം. അല്ലാതെ എനിക്കിപ്പോൾ എവിടെ നിന്നാണ് സാമ്പാറും ചോറും ഒക്കെ വരുത്തിക്കാൻ കഴിയുക? അത് പറ്റില്ല, എനിക്കതൊന്നും വേണ്ട. എനിക്കിപ്പോൾ സാമ്പാറും ചോറും തന്നെ വേണം, അതും ഈ വീട്ടിലുണ്ടാക്കിയത് തന്നെ വേണം. അപ്പോൾ സിദ്ധു പറയണേ, പ്രേമേച്ചിക്ക് എന്താ വേണ്ടത്? സാമ്പാറും ചോറും അല്ലേ? എന്നാൽ വാ പ്രേമേച്ചി, ഞാൻ തന്നെ പ്രേമേച്ചിക്ക് ഉണ്ടാക്കി തരാം. ചേച്ചിയമ്മക്ക് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ പ്രേമ പറയണേ, വേണ്ട, എനിക്ക് നീ ഉണ്ടാക്കേണ്ട, ഇവള് തന്നെ എനിക്ക് ഉണ്ടാക്കി തരണം. അത് കേട്ടപ്പോൾ ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾ ഈ 1 മണിക്ക് നിങ്ങൾക്ക് സാമ്പാറും ചോറും വേണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല. ഞാനിപ്പോൾ തന്നെ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് മയങ്ങാൻ കിടന്നതാണ്. അപ്പോഴത്തേക്കും അടുത്തത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അച്ഛൻ പറയണ, മോളെ നീ ഇവളുടെ അവസ്ഥ കണ്ടില്ലേ? ഇവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ നിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും സഹായിക്കാമെന്ന് പറയുമ്പോൾ രംഗനും പറയണ, ഞാനും കൂടി സഹായിക്കാം. വേണ്ട, ഇവൾ തന്നെ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പ്രേമ വീണ്ടും പറയട്ടോ. അതോടുകൂടി ചന്ദ്രക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ സിദ്ധു പറയണേ, എന്തായാലും പ്രേമേച്ചി ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ ചന്ദ്ര, നീ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയട്ടെ. അങ്ങനെ ദേഷ്യം പിടിച്ച് ചന്ദ്രക്ക് നിവൃത്തിയില്ലാതെ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ പ്രേമയും ഒപ്പം തന്നെ പോവാട്ടോ. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ചന്ദ്ര എല്ലാ കഷ്ണങ്ങളും അരിയുന്നത്. അപ്പോൾ പ്രേമ പറയണേ, ഇതെന്തിനാണ് നീ ഇത്ര ദേഷ്യത്തിൽ പച്ചക്കറികളൊക്കെ അരിയുന്നത്? അങ്ങനെ ദേഷ്യത്തിൽ അരിഞ്ഞാലുണ്ടോ ഭക്ഷണത്തിന് സ്വാദുണ്ടാവുക? സ്നേഹത്തോട് കൂടിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അപ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാവും. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്ട്, എന്തേ എന്നോട് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, എനിക്കിങ്ങനെ ദേഷ്യത്തിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കാൻ കഴിയും, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പ്രേമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.